തൃശൂരിൽ നടുറോഡിൽ വനിതാ വ്യാപാരിയെ വെട്ടിക്കൊന്നു. കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി റിൻസിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. റിൻസിയുടെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലെ മുൻ ജീവനക്കാരനാണ് ആക്രമിച്ചത്. സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. സുവി, എന്താണ് പോലീസ് പറയുന്നത്? മുൻവൈരാഗ്യമോ മറ്റോ ആണോ ഈ ആക്രമണത്തിന് പിന്നിൽ? രഞ്ജിത്ത്, ഈ റിൻസിയുടെ തുണിക്കടയിലെ മുൻ ജീവനക്കാരനായ റിയാസ്, ഇയാൾ ചിക്കു എന്നാണ് ഇയാളെ വിളിക്കുക. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളും റിൻസിയും തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിൻസി വിട്ടുപോയതിന്റെ വൈരാഗ്യത്താലാണ് ഇപ്പോൾ ഈ കൊല നടത്തിയത് എന്നാണ് കരുതുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളെ പിടികിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കട പൂട്ടി പോകുന്ന വഴിയാണ്, മകളും കൂടെ ഉണ്ടായിരുന്നു റിൻസിയോടൊപ്പം. കട പൂട്ടി പോകുന്ന വഴി ആണ് വെട്ടേറ്റത്. ഏതാണ്ട് 30ഓളം വെട്ടുകൾ റിൻസിക്ക് ഏറ്റു എന്നാണ് പറയുന്നത്. റിൻസിയുടെ വീടിന് സമീപം തന്നെയാണ് ഈ ചിക്കുവും താമസിക്കുന്നത്. ഈ വനിതാ വ്യാപാരിയാണ് ഇവരും ഈ റിയാസും തമ്മിൽ ദീർഘനാളായി ബന്ധമുണ്ടായിരുന്നു. ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ബന്ധത്തിൽ നിന്നും റിൻസി വിട്ടുമാറി പോന്നതുമാണ് ഈ കൊലയ്ക്ക് കാരണം എന്നാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് വിവരം. രഞ്ജിത്ത്.